ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. ഇന്ന് നമുക്ക് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് കേക്ക് വെക്കാൻ പോകുന്നത് മുണ്ടത്താനത്താണ്. ബിസ്മി വെഡ്ഡിങ്സിൻ്റെ കേക്കാണ്. ഇതാണ് കേക്ക് വന്നിട്ട്. അപ്പം നമുക്കിന്ന് ആ ഒരു കേക്ക് രാവിലെ തന്നെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞൊരു കസ്റ്റമർ ബർത്ത്ഡേ കേക്ക് ഓർഡർ വന്നിട്ടുണ്ട്, റെഡ് വെൽവെറ്റ്. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് കേക്ക് രാവിലെ കൊടുത്തിട്ട് ബാക്കി 3 കേക്കും നമുക്ക് ഒരേ വഴിക്കാണ് പോകേണ്ടത്. അപ്പം ഞങ്ങൾ കേക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു വെഡ്ഡിങ് കേക്ക് കാഞ്ഞിരപ്പള്ളി, ഒരു വെഡ്ഡിങ് കേക്ക് നെടുങ്കുന്നം, പിന്നെ ഒരു കസ്റ്റമർ കേക്ക് പുന്നവേലി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു പറയാം. കാരണം വെഡ്ഡിങ് കേക്ക് 2-3 വരുമ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ. അപ്പോൾ ഡമ്മി ഉള്ളൊരു കേക്കുണ്ട്, അല്ലാതെ 2 ടയർ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്ന വഴിക്ക് ഒരു പുന്നവേലിയിൽ ഒരു ബർത്ത്ഡേ കേക്ക് ഉള്ളത് അത് കൊടുത്തു. എൻ്റെ, ഇർഫാൻ്റെ, ഈസാൻ്റെ എല്ലാം കൈ കേക്കാണ്. അതൊന്നുമില്ല, സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കേക്ക് കൊടുത്തു പുന്നവേലിൽ. ആ കസ്റ്റമറെ ഞാൻ വീഡിയോ എടുത്തില്ല. അതിനുശേഷം ഇനി നമുക്ക് നെടുങ്കുന്നത്ത് പള്ളിപ്പടിയിലെ ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് അടുത്ത് വെക്കാനുള്ളത്. അത് നമ്മുടെ ഡിസൈൻസ് വെഡ്ഡിങ്സ് എന്ന് പറയുന്ന ശ്രീജിത്തിൻ്റെയൊക്കെ സ്റ്റേജാണ്. അപ്പോൾ അത് നമുക്ക് മിക്കവാറും ഓർഡർ കിട്ടാറുള്ളതാണ്. അപ്പോൾ അതൊരു 2 ടയർ കേക്കാണ്. അത് നമ്മൾ വന്ന് സെറ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പോഴത്തേക്കിനും കാഞ്ഞിരപ്പള്ളിയിലും കൂടെ ഒരു കേക്ക് ഇതേ ടൈമിൽ തന്നെ, കാരണം എല്ലാ ഫംഗ്ഷനുള്ള കേക്കുകളായിരുന്നു. അപ്പോൾ ഈ സമയത്ത് തന്നെ ഫംഗ്ഷൻ വെച്ചേക്കുന്നതുകൊണ്ട് നമ്മളൊരു 4:30 ആയപ്പോൾ ഇവിടുത്തെ കേക്ക് കൊണ്ട് വെച്ചു. ഇവിടെ സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ സെറ്റിങ്സൊക്കെ നടക്കുന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ അത് വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കേക്ക് വെച്ചിട്ട് നമ്മൾ കാഞ്ഞിരപ്പള്ളിക്ക് പോയി പറഞ്ഞായിരുന്നു ഇങ്ങനെ 2 കേക്ക് ഒരേ ടൈമിൽ റിസപ്ഷനിൽ കൂടെ ആയതുകൊണ്ട് അവർ പറഞ്ഞു ആ വെച്ചിട്ട് പൊക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ അതും വന്ന് വെക്കാൻ പറ്റുവാണേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇന്ന് ചെയ്യണം നാളെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നാൽ അതൊന്നും നടക്കത്തില്ല. ഞാൻ എന്നും വിചാരിക്കും എൻ്റെ കേക്കിൻ്റെ വീഡിയോസൊക്കെ എല്ലാ ദിവസവും ഇന്ന കസ്റ്റമറെ തന്നെന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ വീഡിയോസൊക്കെ ഇടുമായിരുന്നല്ലോ. അതുപോലെ എന്നും ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ കേക്കിൻ്റെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ ഞങ്ങളുടെ പേരൊക്കെ എന്താ മെൻഷൻ ചെയ്ത് പറയാത്ത, വീഡിയോസ് സെറ്റ് ചെയ്ത് തരാത്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരക്കുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് മാക്സിമം ഇനി ചെയ്യണമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. കാരണം കുറേ കേക്കുകളെല്ലാം കൂടെ ഒന്നിച്ച് വരാൻ നമുക്കിതെല്ലാം കൂടെ ടൈം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ നെടുങ്കുന്നത്തെ വെഡ്ഡിങ് കേക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല ദാഹം. പിന്നെ അവിടെ നമ്മുടെ കറുകച്ചാലിൽ ഒരു അടിപൊളി ഷേക്ക് ഷോപ്പ് വന്നിട്ടുണ്ട്. ഷേക്കും ജ്യൂസും നല്ല അഫോർഡബിൾ പ്രൈസാണ്. അപ്പോൾ അവിടെ നിന്ന് അത് കുടിച്ചിട്ട് നമ്മൾ നേരെ വന്ന് കാഞ്ഞിരപ്പള്ളിയിലെത്തി. കാഞ്ഞിരപ്പള്ളിയിലെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാൻഡ് വെഡ്ഡിങ് ആണ്. അതിൻ്റെ അത്യാവശ്യം നല്ല വർക്കോട് കൂടിയ നല്ല ഒരു സ്റ്റേജിലത്തേക്കിനുള്ള കേക്കാണ്. അപ്പോൾ ഈ കേക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് ഡമ്മികൾ നമ്മൾ പുതിയൊരു ഡിസൈനൊക്കെ ചെയ്താണ്. അപ്പോൾ ഇത് ചെയ്യാണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് 8ൻ്റെ പണിയെന്ന് പറയാൻ 8ൻ്റെ പണി കിട്ടി. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഡമ്മിയിൽ ഓക്കെ ആക്കി വന്നു. ബാക്കി മറ്റേ കേക്ക് നമ്മൾ നല്ല സെറ്റാക്കിക്കൊണ്ട് വന്നിട്ട് വന്ന വഴിക്ക് തന്നെ ഒരു പണി കിട്ടിയെന്ന് പറയാൻ, നമ്മുടെ കേക്ക് എടുത്ത് മാറ്റുന്ന ആ ഇതുണ്ടല്ലോ, പേര് മറന്നുപോയി ആ സംഭവം. ഈ സംഭവം എടുക്കാൻ മറന്നുപോയി. പിന്നെ എൻ്റെ കസിൻ്റെ അടുത്ത് പോയി അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അത് തന്നെ ഒരു ടെൻഷനായിരുന്നു. അതിനുശേഷം ഏതായാലും ഈ സംഭവം ഇല്ലാതെ കേക്ക് നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ പോലത്തെ, സ്ക്വയർ അല്ല, എൻ്റെ പേര് മറന്നുപോയി സംഭവം. ഓക്കെ, അപ്പോഴത്തേക്കിനും അത് കഴിഞ്ഞിട്ട് അത് ഈ കേക്കിൻ്റെ ബോർഡിൽ കേക്ക് അങ്ങ് ഒട്ടിയിട്ട് ഇത് ഇളക്കിയിട്ട് ഒരു വിധത്തിൽ വരുന്നില്ല. പഠിച്ചവനെ നല്ല അടിപൊളിയാക്കി കേക്ക് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് വന്നിട്ട് ഇത്രയോ ദൂരം വന്നിട്ട് കേക്ക് വെത്തുന്ന ഇളകുന്നില്ല. എന്തോ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. എങ്ങനെയോ സെറ്റാക്കിയെന്ന് പറയാം. ഡമ്മി സെറ്റാക്കി വെച്ച് സൈഡൊക്കെ അപ്പോൾ ഇളകാൻ തുടങ്ങി. എൻ്റെ കൈയാണെങ്കിൽ വിറച്ചിട്ട് ഒരു രക്ഷയില്ല. കാരണം ഓൾറെഡി നമുക്ക് ഇത്രയും കേക്ക് കാര്യങ്ങൾ ചെയ്ത് വന്നതിൻ്റെ ശേഷം കേക്ക് ബേസിൽ നിന്ന് എടുത്ത സമയത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫിനിഷിംഗ് ഒക്കെ പോയി ഒരു ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് ചെരിയുകയും ചെയ്തു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ബാക്കി ഇതുകൊണ്ട് സെറ്റ് ചെയ്തത്. ഞാൻ അവിടെ ഇരുന്ന് കരയുന്ന പോലെ ആയിപ്പോയി. പക്ഷേ എല്ലാവരും പറഞ്ഞു സാരമില്ല, നമുക്ക് സെറ്റാകാൻ കുഴപ്പമില്ല, സമാധാനത്തോടെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഫൈനൽ ഒരു ഏകദേശം ഇങ്ങനെ ആക്കിക്കൊണ്ട് ഞാൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ നല്ല പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ സെറ്റാക്കി കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുപെടുത്തില്ല, എന്നാലും ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമ്മൾ നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ചെറിയൊരു ചെരുവ് വന്നതേ ഉള്ളൂ, ബാക്കി ഓക്കെയാണ്. അപ്പം നമ്മുടെ സ്റ്റേജിൻ്റെ ലുക്ക് ഇതാണ്. സ്റ്റേജ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്റ്റേജായിരുന്നു. ആ കേക്ക് ആ സ്റ്റേജ് ആയിരുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ആ കേക്കിനൊന്നും പറ്റിയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറായിരുന്നേനെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഇൻഷാ അല്ലാഹ് ഇനി ഇഷ്ടം പോലെ വീഡിയോസ് നമുക്ക് എടുക്കാറുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഷിജിന ഷമോൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.